നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് ഗ്രാഫിൽ നേരിയ കുറവ്. 29,704 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 1,15,982 സാമ്പിളുകൾ പരിശോധിച്ചു. ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്ത്. ജില്ലയിൽ 4,424 പേർക്ക് പുതുതായി രോഗം. 4,277 സമ്പർക്ക രോഗികൾ. 4 ജില്ലകളിൽ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസിന് നിർദ്ദേശം. നിയമലംഘനം കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം. ജില്ലയിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും ഗതാഗതം നിയന്ത്രിക്കും. സഞ്ചാരത്തിന് ഒറ്റ വഴി മാത്രം. അവശ്യ സർവീസുകൾക്ക് തിരിച്ചറിയൽ കാർഡുമായി പുറത്തിറങ്ങാം. കനത്ത മഴ തുടർന്ന പൊന്നാനിൽ കടലിന് ഇപ്പോഴും കലിയടങ്ങിയില്ല. വെളിയങ്കോട്, പത്തുമുറി, തണ്ണിത്തുറ മേഖലകളിൽ 200ഓളം വീടുകൾ വെള്ളത്തിലായി. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ, എടക്കടപ്പുറത്ത്, പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായവർക്ക് സഹായം എത്തിക്കണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് നാടിന് ആശ്വാസമാകുന്നു. തിരൂർ നഗരത്തിൽ തുണിക്കടയിൽ മോഷണം. വസ്ത്രങ്ങൾ മോഷണം പോയി. സെൻട്രൽ ജംഗ്ഷനിലെ ജെൻസ് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ആശങ്കയ്ക്ക് കുറവില്ലെങ്കിലും സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്കിൽ നേരിയ കുറവ്. 29,704 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,15,982 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ കോവിഡ് പ്രതിദിന കണക്കുകളിൽ ആശങ്കയൊഴിയുന്നെങ്കിലും പ്രതിദിന കണക്കുകളിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. രണ്ടാം തരംഗം അതിശക്തമായിരിക്കെ പുതുതായി 29,704 പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ തന്നെയാണ് കോവിഡ് വ്യാപനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മലപ്പുറം 4,424, എറണാകുളം 3,154, പാലക്കാട് 3,145, തൃശൂർ 3,056, തിരുവനന്തപുരം 2,818, കൊല്ലം 2,416, കോഴിക്കോട് 2,406, കോട്ടയം 1,806, ആലപ്പുഴ 1,761, കണ്ണൂർ 1,695, ഇടുക്കി 1,075, പത്തനംതിട്ട 798, വയനാട് 590, കാസർഗോഡ് 560 എന്നിങ്ങനെയാണ് ജില്ലകളിലെ പ്രതിദിന രോഗബാധിതരുടെ കണക്ക്. 24 മണിക്കൂറിനിടെ 1,15,982 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.61%. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 218 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 27,451 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,951 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. UK, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസം പകരുന്നുണ്ട്. 34,296 പേരാണ് രോഗമുക്തരായത്. ഇതോടെ 4,40,652 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 17,528 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 89 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 6,428 ആയി. 84 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. അതേസമയം 2 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. ഒരു പ്രദേശത്തെയും പുതുതായി ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 852 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 10,43,876 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 10,06,759 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിൽ കഴിയുന്നു. 37,117 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,640 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ ആശങ്കയുടെ കോവിഡ് ഗ്രാഫ് ഉയർന്നു തന്നെ. 4,424 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 35.66%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 4,277 പേർ രോഗബാധിതരായി. 4,050 പേർ രോഗമുക്തി നേടി. ആകെ മരണസംഖ്യ 746. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ല തന്നെയാണ്. 4,424 പേർക്കാണ് ആശങ്കയേറ്റി ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 35.66% മലപ്പുറം ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 4,277 പേർക്കും ഉറവിടമറിയാതെ 93 പേർക്കും രോഗബാധയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 7 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 47 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. അതേസമയം രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസമേറ്റുന്നുണ്ട്. 4,050 പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 1,81,677
28ആയി. 76,241 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 52,232 പേരാണ് വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലുള്ളത്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 1485 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 180 പേരും 249 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. സ്വയം നിരീക്ഷണത്തിന് വീടുകളിൽ സൗകര്യമില്ലാത്തവർക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 436 പേരും ശേഷിക്കുന്നവർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ 746 പേരാണ് കോവിഡ് ബാധിതരായി മരണത്തിനു കീഴടങ്ങിയത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രകടമായ ലക്ഷണങ്ങളില്ലാത്തവരിൽ നിന്നും രോഗം പകരാമെന്നത് പലരും വിസ്മരിക്കുകയാണ്. അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരുമായി ഇടപഴകുമ്പോൾ മാസ്ക് താഴ്ത്തിവെക്കുന്ന രീതി ശരിയല്ല. ആരിൽ നിന്നും രോഗം പകരാമെന്ന് മനസ്സിലാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ നിശ്ചിത നിലവാരമുള്ള 2 മാസ്കുകൾ നിർബന്ധമായും ധരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറമടക്കം 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിക്കുന്നു. ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കടുത്ത നിയന്ത്രണങ്ങളാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ ഏർപ്പെടുത്തുന്നത്. ജില്ലാ അതിർത്തികൾ അടയ്ക്കുകയും ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി 10,000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങളെയും ഓരോ സെക്ടറുകളായി തിരിച്ചു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സെക്ടറുകളുടെ ചുമതല നൽകിയിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ ലോക്ക്ഡൌൺ 23 വരെ തുടരും. രോഗവ്യാപനം നിയന്ത്രിക്കാനുള്ള ഏറ്റവും കർശനമായ മാർഗമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. ഈ ജില്ലകളുടെ അതിർത്തി അടച്ചിടും. തിരിച്ചറിയൽ കാർഡുമായി വരുന്ന അവശ്യ വിഭാഗങ്ങളിലുള്ളവർക്ക് മാത്രമാണ് യാത്രാ അനുമതി. ഒരു റോഡ് ഒഴികെ കണ്ടെയ്ൻമെന്റ് സോൺ മുഴുവനായും അടയ്ക്കും. അനാവശ്യമായി പുറത്തിറങ്ങുക, കൂട്ടം കൂടുക, മാസ്ക് ധരിക്കാതിരിക്കുക, പ്രോട്ടോകോൾ ലംഘിക്കുക തുടങ്ങിയവയെല്ലാം കടുത്ത നടപടിക്ക് വിധേയമാകും. ഡ്രോൺ പരിശോധനയും ക്വാറന്റൈൻ ലംഘിക്കുന്നത് കണ്ടെത്താൻ ജിയോ ഫെൻസിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കും. ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ സഹായിക്കുന്നവരുടെ പേരിൽ കേരള എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് പ്രകാരം നടപടിയെടുക്കും. ആവശ്യമുള്ളവർക്ക് വാർഡ് സമിതി ഭക്ഷണം എത്തിക്കും. കമ്മ്യൂണിറ്റി കിച്ചണുകൾ, ജനകീയ ഹോട്ടലുകൾ എന്നിവ ഇതിന് ഉപയോഗപ്പെടുത്തണം. മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പരിപൂർണമായി ഒഴിവാക്കും. മരുന്നുകട, പെട്രോൾ ബങ്ക് എന്നിവയ്ക്ക് പൂർണ്ണമായും പ്രവർത്തനാനുമതിയുണ്ട്. പത്രം, പാൽ എന്നിവ രാവിലെ 6 മണിക്ക് മുമ്പ് വീടുകളിൽ എത്തിക്കണം. വീട്ടുജോലിക്കാർ, ഹോം നഴ്സ് എന്നിവർക്ക് ഓൺലൈൻ പാസ് വാങ്ങി യാത്ര ചെയ്യാം. പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ എന്നിവർക്ക് ഓൺലൈൻ പാസ് വാങ്ങി അടിയന്തര ഘട്ടത്തിൽ യാത്ര ചെയ്യാം. വിമാനയാത്രക്കാർക്കും ട്രെയിൻ യാത്രക്കാർക്കും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ബേക്കറി, പലവ്യഞ്ജന കടകൾ എന്നിവ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുറക്കാൻ അനുമതിയുണ്ട്. ബാങ്കുകൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും സഹകരണ ബാങ്കുകൾ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ മാത്രം മിനിമം ജീവനക്കാരുമായി പ്രവർത്തിക്കും. മറ്റു ജില്ലകളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌണുള്ള ജില്ലകളിൽ പ്രവേശിക്കാൻ പാസ് എടുക്കണം. അതിഥി തൊഴിലാളികൾക്കിടയിൽ രോഗവ്യാപനം രൂക്ഷമാകുന്നതായി വിലയിരുത്തൽ. അതിഥി തൊഴിലാളികളിൽ രോഗമുള്ളവർ കൂടുതലാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. അതിഥി തൊഴിലാളികൾക്കിടയിൽ കൂട്ടപരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം ഏറെയാണ്. ഇവർക്കിടയിൽ കൊറോണ വൈറസ് വാഹകർ ഏറെയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വിലയിരുത്തൽ. ഒറ്റമുറിയിൽ 4ഉം 5ഉം പേർ ഒരുമിച്ച് താമസിക്കുന്ന ശീലമാണ് അതിഥി തൊഴിലാളികൾക്ക്. ഇത് കോവിഡ് വ്യാപനത്തിന് ഏറെ സാധ്യതയുണ്ടാക്കുന്നതായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. എന്നാൽ പരിശോധനയ്ക്ക് അതിഥി തൊഴിലാളികൾ തയ്യാറാകാറുമില്ല. ഇതോടെയാണ് നിർബന്ധിത കൂട്ടപരിശോധനയ്ക്ക് അധികൃതർ മുൻകൈയെടുത്തത്. പരിശോധന നടത്താൻ വാർഡ് അംഗങ്ങളോ നാട്ടുകാരോ ആവശ്യപ്പെട്ടാൽ പോലും പല അതിഥി തൊഴിലാളികളും ഇതിന് തയ്യാറാകുന്നില്ല. മാലൂം നഹീഭായ് എന്ന നിസ്സംഗമായ മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് പലരും ചെയ്യുന്നത്. ഇവരെ തൊഴിലിനായി എത്തിച്ച തൊഴിലുടമകളോ ഇവർ താമസിക്കുന്നയിടത്തെ കെട്ടിട ഉടമകളോ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നില്ല. ഇതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് തൊഴിലാളികളിൽ കൂട്ടപരിശോധന നടത്താൻ തീരുമാനിച്ചത്. അതിഥി തൊഴിലാളികളെ കൂട്ടപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കൂട്ടായ യജ്ഞങ്ങളാണ് ഇപ്പോൾ എടവണ്ണയിൽ നടക്കുന്നതും. മലപ്പുറത്തിന് അനുവദിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിയതിനെതിരെ കുഞ്ഞാലിക്കുട്ടി പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്ക് കത്തയച്ചതായി കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് നിർമ്മാണം നിർത്തിവെച്ചതെന്നും അറിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കൊല്ലം, മലപ്പുറം ജില്ലകൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ച ഓക്സിജൻ പ്ലാന്റുകളിൽ മലപ്പുറം ജില്ലയിലെ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് PK കുഞ്ഞാലിക്കുട്ടി MLA രംഗത്തെത്തിയത്. നിർമ്മാണം നിർത്തിവെപ്പിച്ച നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നറിയില്ല. നിലവിൽ കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ലയാണ് മലപ്പുറമെന്നും അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഈ ഒരു സന്ദർഭത്തിൽ കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതലുണ്ട് എന്ന് വളരെ നിസ്തർക്കം തെളിഞ്ഞിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല.
ഓക്സിജൻ പ്ലാന്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിലോടനുബന്ധിച്ചുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. അവിടെ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ് എന്നറിഞ്ഞൂടാ. അത് നിർത്തിവെച്ചത് എന്തടിസ്ഥാനത്തിലാണ് എന്നറിഞ്ഞൂടാ. ഈ കാര്യം ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ വളരെ ഗൗരവമായി എടുക്കുകയും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിക്കുമൊക്കെ കത്തെഴുതുകയും ഇത് നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി, നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവർക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് പ്ലാന്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. കെട്ടിടം നിർമ്മിക്കാൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ വെട്ടിമാറ്റുന്നതടക്കമുള്ള പ്രവൃത്തികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കനത്ത മഴ തുടരുന്ന പൊന്നാനിയിൽ കടലിന് ഇപ്പോഴും കലിയടങ്ങിയില്ല. വെളിയങ്കോട്, പത്തുമുറി, തണ്ണിത്തുറ മേഖലകളിൽ 200ഓളം വീടുകൾ വെള്ളത്തിലായി. പ്രദേശവാസികളെല്ലാം ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറി താമസിച്ചു. പത്തുമുറി, തണ്ണിത്തുറ എന്നിവിടങ്ങളിൽ നിന്നായി ബന്ധുവീടുകളിലേക്ക് 100ഓളം കുടുംബങ്ങളാണ് മാറിയത്. പല കുടുംബങ്ങളും സമീപത്തെ വെള്ളം കയറാത്ത വീടുകളിലേക്ക് കുട്ടികളെ മാറ്റിപ്പാർപ്പിച്ച ശേഷം മറ്റു വഴികളില്ലാത്തതിനാൽ വെള്ളക്കെട്ടിലായ വീടുകളിൽ കഴിയുന്നുമുണ്ട്. പല വീടുകളിൽ നിന്നുമായി 1000ഓളം തേങ്ങയും താറാവുകളും കോഴികളും വെള്ളത്തിലൊലിച്ചുപോയി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നതിനെ തുടർന്ന് 50 മോട്ടോറുകളും നശിച്ചു. പത്തുമുറി വാർഡ് മെമ്പർ MS മുസ്തഫ ഉൾപ്പെടെ 10ഓളം പേർക്ക് രക്ഷാപ്രവർത്തനത്തിനിടെ പരുക്കേറ്റിട്ടുമുണ്ട്. വീടുകൾ വെള്ളത്തിലായതിനാൽ ഈ മേഖലയിലെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. വെളിയങ്കോട് തണ്ണിത്തുറയിൽ ഹാജിയരകത്ത് അബൂബക്കറിന്റെ 2 നില വീട് പൂർണ്ണമായും കടലിലേക്ക് നിലംപൊത്തി. നിരവധി വീടുകൾ പ്രദേശത്ത് തകർച്ചാ ഭീഷണി നേരിടുന്നുമുണ്ട്. കടൽ കലിയുടെ ശക്തി കുറഞ്ഞിട്ടും ആശങ്ക വിട്ടൊഴിയാതെ താനൂർ തീരം. കടൽ ഭിത്തിയില്ലാത്ത എടക്കടപ്പുറം, ചീരാങ്കടപ്പുറം, അഞ്ചുടി, പുതിയ കടപ്പുറം ഭാഗങ്ങളിലാണ് കടലാക്രമണം നേരിടുന്നത്. കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞു പതിക്കുകയാണ്. താനൂരിൽ കടൽ ഭിത്തിയില്ലാത്ത എടക്കടപ്പുറം, ചീരാങ്കടപ്പുറം, അഞ്ചുടി, പുതിയ കടപ്പുറം ഭാഗങ്ങളിലാണ് കടലാക്രമണം നേരിടുന്നത്. കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞു പതിക്കുകയാണ്. എടക്കടപ്പുറം ഭാഗത്ത് മാത്രം 30ലധികം വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. 2 വീടുകൾ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും തകർന്നിരുന്നു. അപകടാവസ്ഥയിലായിരുന്ന ചോപ്പങ്കടവത്ത് ഷംസുവിന്റെ വീടിന് മുൻവശത്ത് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മണൽച്ചാക്ക് വിരിച്ച് സംരക്ഷണ ഭിത്തിയൊരുക്കി. എടക്കടപ്പുറം ഭാഗത്ത് കടൽ ഭിത്തിയില്ലാത്ത ഭാഗങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഉന്നാൽ അരുവാൾ ബീച്ചിൽ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ സ്ഥാപിച്ച സ്തൂപം കടലെടുത്തു. പ്രദേശത്ത് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് മണൽച്ചാക്ക് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ എടക്കടപ്പുറത്ത് പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തി. തീരവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മുനവറലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ എടക്കടപ്പുറം ഭാഗങ്ങളിലാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തിയത്. നേതാക്കൾക്കൊപ്പം എത്തിയ മുനവറലി തങ്ങളോട് തീരദേശവാസികൾ പരാതികൾ ബോധിപ്പിച്ചു. തീരദേശവാസികളുടെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. താനൂരിലെ എടക്കടപ്പുറം ബീച്ചിലാണ്. ഇവിടെ നിരവധി വീടുകൾ തകർന്നടഞ്ഞു. ഒരുപാട് ആളുകൾ ഇവിടുന്ന് മറ്റുള്ള ബന്ധുവീട്ടിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറേ കാലത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ കടലിനൊരു ഭിത്തി കെട്ടുക, ഇവിടുത്തെ വീടിന് സംരക്ഷണം കൊടുക്കുക. അതിലൊക്കെ കഴിഞ്ഞ കാലത്തെ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു കടൽക്ഷോഭം ഉണ്ടായ സമയത്ത് വീടുകൾ തകർന്നതും നിരവധി ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടതും അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടവരും വളരെ ഗൗരവത്തോടു കൂടി വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഉടനടി കല്ലുകൾ കൊണ്ട് ഇവിടെ ഇടുകയും
ഇവർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, K സലാം തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കടലാക്രമണം നടന്ന പ്രദേശങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ സന്ദർശനം നടത്തി. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ എത്തിയത്. പ്രയാസം അനുഭവിക്കുന്ന സഹോദരന്മാരെ സഹായിക്കാൻ എല്ലാവരും രംഗത്ത് വരണമെന്നും C മുഹമ്മദ് ഫൈസി പറഞ്ഞു. കടലാക്രമണം നടന്ന താനൂർ തീരപ്രദേശം കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് SYS സംസ്ഥാന ജില്ലാ നേതാക്കൾ സന്ദർശനം നടത്തി. കടലാക്രമണത്തിൽ വീടുകൾ തകരുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത താനൂർ എടക്കടപ്പുറം പ്രദേശങ്ങളിൽ സുന്നി നേതാക്കൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളെ ആശ്വസിപ്പിക്കുകയും അവർക്കായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ടൗട്ടർ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമാണ് തീരപ്രദേശങ്ങൾ ഉണ്ടാക്കിയതെന്നും അതിന്റെ ഇരകളായ സഹോദരന്മാരെ സഹായിക്കാൻ എല്ലാവരും രംഗത്ത് വരണമെന്നും C മുഹമ്മദ് ഫൈസി പറഞ്ഞു. മതമോ ജാതിയോ മറ്റു ചിന്തകളോ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം നിൽക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് കേരളീയരുടെ പ്രത്യേകമാണ്. അത് എല്ലാ അർത്ഥത്തിലും അതിനാവശ്യമായ പ്രചോദനങ്ങൾ നൽകാൻ രാജ്യത്തെ ഗവൺമെൻറ്റും MLAമാരും മറ്റെല്ലാവരും സജീവമായി രംഗത്ത് വരുമ്പോൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിലും ഈ വിഷയത്തിൽ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും പ്രകൃതിയുടെ ദുരന്തങ്ങൾ അത് വരുന്നത് നാം തന്നെ പ്രകൃതിക്ക് ഏൽപ്പിച്ച ചില വലിയ പരിക്കുകൾ കാരണമായിട്ടാണ്. സഹോദരന് വിഷമം സംഭവിക്കുമ്പോൾ കൂടെ നിൽക്കാനും സമാശ്വസിപ്പിക്കാനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുമാണ് മതം പഠിപ്പിക്കുന്നത്. സർക്കാരും സന്നദ്ധ സംഘടനകളും ദുരിതം അനുഭവിക്കുന്നവരെ കരകയറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും കടൽക്ഷോഭത്തിന് ഇരകളായ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും കൂടുതൽ ജനവാസമുള്ള ഇടങ്ങളിൽ ഉറപ്പുള്ള ഭിത്തികൾ സ്ഥാപിച്ച് ഇത്തരം ദുരന്തങ്ങളുടെ തോത് കുറയ്ക്കാൻ സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, NV അബ്ദുറസാഖ് സക്കാഫി, അബ്ദുൽ മജീദ് ഹസനി ചങ്ങാനി, അബ്ദുൽ കരീം ഹാജി പനങ്ങാട്ടൂർ, ഹമ്മാദ് അബ്ദുള്ള സക്കാഫി താനൂർ, മുഹമ്മദ് റാഫി, യാസിൻ സക്കാഫി, സുബൈർ മുസ്ലിയാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ഈ കടലോരത്ത് ഒരു ശക്തമായ ഭിത്തി വളരെ പെട്ടെന്ന് സർക്കാർ അത് നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ്. ഈ ഭിത്തിയുടെ അഭാവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിത്തീർന്ന ഈ ഒരു നാശനഷ്ടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ വർഷങ്ങളോളമായി ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഈ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങളും വളരെ ശക്തമായി ഈ കാര്യം ഊന്നിപ്പറയുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവൻ്റെ വില മനസ്സിലാക്കി അവരുടെ സ്വത്തുക്കളും അവരുടെ താമസ സ്ഥലങ്ങളുടെയും ഒക്കെ മൂല്യം മനസ്സിലാക്കി ഈ വിഷയത്തിലേക്ക് ഇറങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ തീരമേഖലയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായവർക്ക് സഹായം എത്തിക്കണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, കോൺഗ്രസ് നേതാവ് UK അഭിലാഷ് എന്നിവരും തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ തീരപ്രദേശങ്ങളിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശനം നടത്തിയത്. നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, കോൺഗ്രസ് നേതാവ് UK അഭിലാഷ് എന്നിവരാണ് തീരമേഖലയിൽ സന്ദർശനം നടത്തിയത്. വളരെ പ്രയാസമുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വളരെ ഭയത്തോടെയാണ് തീരവാസികൾ കഴിയുന്നത്. ഇവരുടെ ആശങ്ക അകറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. താനൂർ പ്രദേശത്ത് വളരെ ദാരുണമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ തീരദേശങ്ങളിൽ പൊതുവെ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന തിരമാലകൾ, കടലാക്രമണം, തീരദേശത്തെ വീടുകൾ പലതും കടലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. ജനങ്ങൾക്ക് സമാധാനത്തോടെ അന്തിയിറങ്ങുവാൻ ഇവിടെ സാധിക്കുന്നില്ല. ഈ ഓരോ വർഷവും ആവർത്തിക്കുന്ന, പ്രത്യേകിച്ച് കാലവർഷത്തിലും അല്ലാത്ത സമയങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. കടൽ ഭിത്തി നല്ല ഉയരത്തിൽ കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. എന്നാൽ ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ രംഗം വളരെ പരാജയമാണ്. നിലവിലെ കടൽ ഭിത്തി ബലപ്പെടുത്തുകയും ഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ എത്രയും വേഗം കടൽ ഭിത്തി കെട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആവശ്യപ്പെട്ടു. കടലോര മേഖലയിൽ പൊതുവെ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. 2 കാരണം കൊണ്ട്. ഒന്ന്, കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടാമത്തത്, മത്സ്യസമ്പത്ത് കുറഞ്ഞു വരികയാണ്.
അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ കടലാക്രമണം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, ഉള്ള സ്ഥലങ്ങളിൽ കടൽ ഭിത്തി ശക്തിപ്പെടുത്തണം, സ്ട്രെങ്തൻ ചെയ്യണം. ഓരോ വർഷവും കടൽ ഭിത്തി ഉള്ള സ്ഥലങ്ങളിൽ അത് താഴ്ന്നു പോകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂട്ടണം. രണ്ടാമത്, കടൽ ഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കടൽ ഭിത്തി ഉണ്ടാക്കണം. ഇപ്പോൾ ജിയോ ബാഗ് പോലെയുള്ള താൽക്കാലികമായ നടപടിക്രമങ്ങളല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിന് ജിയോ ബാഗിന് പകരം കടൽ ഭിത്തി തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പൂർണ്ണമായും കടൽ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തണം. ഇപ്പോൾ നിരവധി വീടുകളാണ് ഈ കടലാക്രമണത്തിൽ തകർന്നത്. അവർക്ക് അടിയന്തിരമായ നഷ്ടപരിഹാരം ഉണ്ടാവണം. അവരുടെ വീടുകൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായ ധനസഹായം കൊടുക്കണം. അതോടൊപ്പം പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. രാഷ്ട്രീയമായ വിവേചനം ഇക്കാര്യത്തിൽ ഉണ്ടാവരുതെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും അനുവദിക്കണമെന്നും UK അഭിലാഷ് ആവശ്യപ്പെട്ടു. ഇതുപോലുള്ള കടലാക്രമണങ്ങൾ ഇത്ര ശക്തി ഇല്ലാത്തത് ഇതിനു മുമ്പ് വന്ന സമയത്ത് തന്നെ MLA അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ തന്നെ ഇത് സൂചിപ്പിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതിന് അനുകൂലമായിട്ടുണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് മനസ്സിലാവുന്നത് രാഷ്ട്രീയ പ്രേരകമായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ മേഖലയെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം കാലാകാലങ്ങളായി ഇവിടെയാണ് ഏറ്റവും ശക്തിയുള്ള കടലാക്രമണം വരുന്നത്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവിടെ അത് സംരക്ഷിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. അതിനുള്ള ഇനിയെങ്കിലും ഈ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KN മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, K സലാം എന്നിവരും നേതാക്കൾക്കൊപ്പമുണ്ടായിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. DYFI യൂത്ത് ബ്രിഗേഡ് നാടിന് ആശ്വാസമാകുന്നു. ശക്തമായ കടൽക്ഷോഭത്തിൽ കരയിലേക്കുള്ള വെള്ളത്തിന്റെ തീവ്രത കുറയ്ക്കാൻ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചും ഗതാഗതത്തിന് തടസ്സമായി മാറിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തും യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ സജീവ സാന്നിധ്യമാവുകയാണ്. ശക്തമായ കടൽക്ഷോഭത്തിൽ കരയിലേക്കുള്ള വെള്ളത്തിന്റെ തീവ്രത കുറയ്ക്കാൻ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചും റോഡിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കി ഗതാഗതം സുഗമമാക്കിയുമാണ് DYFI യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ സജീവ സാന്നിധ്യമാകുന്നത്. കൂട്ടായി ഭാഗങ്ങളിലാണ് യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തനം മാതൃകയാകുന്നത്. വാടിക്കൽ മുതൽ പാരീസ് വരെയുള്ള തീരങ്ങളിലെ റോഡുകളിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധമാണ് കടലിൽ നിന്നും തിരമാലകളോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കുമിഞ്ഞുകൂടിയത്. ഇതാണ് പ്രവർത്തകർ ചേർന്ന് നീക്കിയത്. കൂടാതെ വെള്ളത്തിന്റെ തീവ്രത കുറയ്ക്കാനായി താൽക്കാലികമായി ബണ്ടുകൾ നിർമ്മിച്ചു നൽകി. കോവിഡ് 2ാം തരംഗം മൂലമോ പ്രകൃതിക്ഷോഭം കാരണമോ വല്ല പ്രയാസവും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മടി കൂടാതെ വിളിച്ചറിയിക്കാൻ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ടെന്നും ആവശ്യങ്ങൾക്കായി DYFI ഭാരവാഹികളെ ബന്ധപ്പെടാവുന്നതാണെന്നും DYFI കൂട്ടായി മേഖലാ ഭാരവാഹികൾ അറിയിച്ചു. കടലോരവാസികൾക്ക് സംരക്ഷണം ഒരുക്കാൻ കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ ആവശ്യപ്പെട്ടു. കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളായ ആശാമ്പടി, കുട്ടായി, വാടിക്കൽ, അഴിമുഖം എന്നീ കടലോര പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലോരവാസികൾക്ക് സംരക്ഷണമൊരുക്കാൻ കടൽഭിത്തി നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഫിറോസ് കുന്നംപറമ്പിൽ ആവശ്യപ്പെട്ടു. കടൽക്ഷോഭ ഭീതിയിൽ മണൽച്ചാക്ക് കെട്ടി സംരക്ഷണമൊരുക്കുകയാണ് കടലിന്റെ മക്കൾ. കോവിഡും കടൽക്ഷോഭവും ഒന്നിച്ചു വന്നതോടെ പട്ടിണിയിലായ ഇവർക്ക് സൗജന്യ റേഷൻ നൽകണം. കടൽത്തീരത്തുള്ള മുഴുവൻ കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സമയത്തും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും ഈ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളോടും സർക്കാരിനോടൊക്കെ ആവശ്യപ്പെടാറുള്ളത് ഒരു സംരക്ഷണവുമില്ലാത്ത ഈ മേഖലയ്ക്ക് കടൽ ഭിത്തി നിർബന്ധമാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ വരുമ്പോൾ കണ്ടത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് സംരക്ഷണം സ്വയം ഏർപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലുള്ള തീരദേശ മേഖലയിലെ സാധാരണക്കാർ ചെയ്യേണ്ടത്? മറിച്ച് സർക്കാർ കടൽ ഭിത്തികൾ നിർമ്മിച്ച് തീരദേശ മേഖലയിലെ ഈ മനുഷ്യരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതുമാത്രമല്ല, നമുക്കറിയാം തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഓലപ്പര വീടുകളാണ്, ഓലമേഞ്ഞ വീടുകളാണ്. 2-3 വർഷമായിട്ട് ആ പെരകളൊന്ന് പൊളിച്ച് മേയാൻ പോലും കഴിയാതെ, അതല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക്
ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ അത്തരം രീതിയിൽ സംരക്ഷിക്കാനോ പോലും ഈ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തവനൂർ മണ്ഡലത്തിലെ കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളായ ആശാമ്പാടി, കൂട്ടായി, വാടിക്കൽ, അഴിമുഖം എന്നീ കടലോര പ്രദേശങ്ങൾ സന്ദർശിച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കടൽക്ഷോഭവും അതുപോലെ തന്നെ മറ്റുമായി കൊറോണയൊക്കെയായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ഈ മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളൊക്കെ മുഴുപട്ടിണിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സർക്കാരിനോടൊരു അഭ്യർത്ഥന മാത്രമാണ് നടത്താനുള്ളത്. ഒന്ന്, ഈ തീരദേശ മേഖലയിലെ കടൽ ഭിത്തികൾ അത് നിർമ്മിച്ച് ഇവിടെ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്, ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണം. രണ്ടാമതായിട്ട് ഈ കൊറോണയും അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യ റേഷൻ അത് എത്രയും പെട്ടെന്ന് അനുവദിക്കണം. മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞിട്ടി, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ ഇസ്മായിൽ പട്ടത്ത, ഷബീർ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ സലാം താണിക്കാട്, AK സലീം തുടങ്ങിയവരും അദ്ദേഹത്തെ അനുഗമിച്ചു. ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൃഷി നശിച്ചു. താനൂർ സ്കൂൾ പടിയിൽ ചെട്ടിയാട്ടിൽ പുഷ്പയുടെ ഉടമസ്ഥയിലുള്ള കൃഷിയാണ് നശിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൃഷി നശിച്ചു. താനൂർ സ്കൂൾ പടി പടിഞ്ഞാറ് വശം 43-ാം ഡിവിഷനിലെ ചെട്ടിയാട്ടിൽ പുഷ്പ ഷാജി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയാണ് വെള്ളം കയറിയതിനെ തുടർന്ന് നശിച്ചത്. കപ്പ, വാഴ എന്നിവയാണ് നശിച്ചത്. 35 സെന്റ് സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തിരുന്നത്. കൗൺസിലർ ഷീന പള്ളത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. വിളവെടുപ്പിന് തയ്യാറായ 1 ഏക്കറോളം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. തിരുവങ്ങാടി ചെറുമുക്ക് അരീക്കാട്ട് മൊയ്തീന്റെ ഉടമസ്ഥതയിലുള്ള നെൽകൃഷിയാണ് വെള്ളത്തിലായത്. 2 ദിവസമായി തുടരുന്ന കനത്ത മഴ ജില്ലയിലാകെ ഭീമമായ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്. തിരൂരങ്ങാടിയിൽ 1 ഏക്കറിലധികം വരുന്ന നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. ചെറുമുക്ക് വെസ്റ്റിലെ അരീക്കാട്ട് മൊയ്തീന്റെ 1 ഏക്കറോളം വരുന്ന ഉമ ഇനത്തിൽപ്പെട്ട നെൽകൃഷിയാണ് വെള്ളത്തിലായത്. കഴിഞ്ഞ 2 ദിവസത്തോളമായി ശക്തമായി പെയ്ത മഴയിലാണ് കൊയ്യാറായ നെൽകൃഷി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. ചെറുമുക്ക് ആമ്പൽപ്പാടത്താണ് മൊയ്തീൻ നെൽകൃഷി ഇറക്കിയിരുന്നത്. ഇതാണ് വെള്ളം കയറി നശിച്ചത്. കൊയ്തെടുക്കാൻ ഇനി 15 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. വയലിൽ വെള്ളം കുറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമായും നശിച്ചു പോകുമെന്ന് മൊയ്തീൻ പറയുന്നു. ചെറുമുക്ക് ഇവിടെ മഞ്ചാലിപ്പാടം താഴത്ത് കോട്ടയത്താർ റോട്ടിലേത് നെല്ല് ഇപ്പോൾ വെള്ളം കയറി 15 ദിവസം കൊയ്യാനുള്ള നെല്ലിറങ്ങി. അതുകൊണ്ട് ഇതിന് വലിയ നഷ്ടപരിഹാരം കിട്ടണമെന്ന് വിചാരിക്കണം. ഇതിപ്പോൾ 1 ഏക്കറോളം സ്ഥലമുണ്ട്. അതിപ്പോൾ നശിച്ചതിൽ വെള്ളം മൂടി പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടണമെന്ന് ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ വിചാരിക്കണം. കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയേഴ്സ് യൂണിറ്റ് അസോസിയേഷൻ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് പൾസ് ഓക്സിമീറ്റർ നൽകി. മിഗോൺ സെയിൽസ് ഡയറക്ടർ സുനിൽ ബാബുവിൽ നിന്ന് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കാർ ഏറ്റുവാങ്ങി. കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയേഴ്സ് യൂണിറ്റ് അസോസിയേഷൻ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് പൾസ് ഓക്സിമീറ്ററുകൾ നൽകി. ബിഗൺ സെയിൽസ് ഡയറക്ടർ സുനിൽ ബാബുവിൽ നിന്ന് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കാർ, പഞ്ചായത്ത് സെക്രട്ടറി പ്രസാദ്, വാർഡ് മെമ്പർ അനൂപ് ബി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കൊറോണ കോവിഡ് പ്രതിസന്ധിൻ്റെ സാഹചര്യത്തിൽ പ്രദേശത്തെ രോഗികൾക്ക് പൾസോമീറ്റർ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം ഇവരുടെ സ്പോൺസർഷിപ്പ് നമ്മളെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് നടക്കുന്നത്. ഇതിന് ഈ പഞ്ചായത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മളെ DCC സെൻറ്റർ, നമ്മളെ രോഗികളെ കെയർ സെൻറ്റർ തുറന്നതിന് വേണ്ടിയിട്ട് ബെഡുകൾ ഒരുപാട് ആൾക്കാർ സ്പോൺസർ ചെയ്തു. അങ്ങനെ പൾസോമീറ്റർ നിർമ്മിച്ച ഭാഗം സ്പോൺസർ ചെയ്തു. അതിൻ്റെ ഒരു ഭാഗം അതുപോലെ തന്നെ ഒരു സ്ഥാപനമായ ബിക്കോണിൻ്റെ വക നമ്മളെ 1-ാം വാർഡിലേക്കും മറ്റും രോഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പൾസോമീറ്റർ സ്പോൺസർ ചെയ്യണത്. ഇത് പലർക്കും മാതൃകയാണ്. ഇന്ന് ഈ ഒരു കൊല്ലത്തോളമായിട്ട് ബിസിനസ്സുകളൊക്കെ ഇല്ലാതായിട്ടും ഞങ്ങളും ഇതിലേക്ക് സഹായിക്കാൻ തയ്യാറാണെന്നുള്ള വന്ന് ചടങ്ങിൽ ചെയർമാൻ ഉണ്ണി മേലാറ്റൂർ, MD അബ്ദുൽ താനൂർ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് O സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ വളാഞ്ചേരി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുകുമാരൻ വൈലത്തൂർ, പ്രമോദ് അന്നങ്ങാട്ട്, മോഹനൻ പുല്ലൂർ, ജാഫർ തിരുനാവായ, കുഞ്ഞുട്ടി KT എന്നിവർ സംബന്ധിച്ചു. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് രോഗികൾക്കാണ് പൾസ് ഓക്സിമീറ്ററുകൾ നൽകിയത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. തിരൂർ നഗരത്തിൽ തുണിക്കടയിൽ മോഷണം, വസ്ത്രങ്ങൾ മോഷണം പോയി. സെൻട്രൽ ജംഗ്ഷനിലെ ജെൻസ് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഉടമ തിരൂർ പോലീസിൽ പരാതി നൽകി.
തിരൂർ സെൻട്രൽ ജംഗ്ഷനിലെ ഡാഡിഷ് ജെൻസ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. രാവിലെ കട വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരാണ് കടയുടെ മുൻഭാഗത്തെ ഗ്ലാസ് പൊട്ടിച്ചു നിൽ കണ്ടത്. 50,000 രൂപയുടെ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതായി കടയുടമ സി ഉമ്മർ പറഞ്ഞു. പലപ്പോഴായിട്ട് വരുന്ന ഈ ലോക്ക്ഡൗണുകളും അതുപോലെ തന്നെ ഈ കണ്ടെയ്ൻമെൻറ്റ് ഈ സോണുകളൊക്കെ മാനിച്ചുകൊണ്ട് വ്യാപാരികൾ പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലവിൽ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ നഗരത്തിൽ ഇരുട്ടായി കഴിഞ്ഞാൽ സാമൂഹിക ദുരൈകൾ അഴിഞ്ഞാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിൽ കള്ളം കയറുകയുണ്ടായി. അപ്പോൾ ഏകദേശം 50,000 രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പോലീസ് പെട്രോളിങ് വളരെ കുറവാണ്. ഈ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ തുടക്കം മുതൽ ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിലും ഈ KGR എന്ന സംഘടന നേതൃത്വത്തിലും ഇവിടുത്തെ ഒരുപാട് യുവജന സംഘടനകൾ ഉൾപ്പെടെ പിന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രികാല പെട്രോളിങ് ശക്തമാക്കിയിരുന്നു. നിലവിൽ വീണ്ടും ലോക്ക്ഡൗൺ ആയ സ്ഥിതിക്ക് ഇപ്പോൾ പോലീസ് പെട്രോളിങ് ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ നമ്മൾ ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVൻ്റെ ഡെമോ അതിലേക്ക് ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഈ നഗരത്തിലുള്ള ഈ ദ്രോഹികളെ ഈ സാമൂഹ്യ ദ്രോഹികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ഈ അവസരത്തിൽ അറിയാനത്. സമീപത്തെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതും പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമല്ലാത്തതുമാണ് മോഷണ കാരണമെന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. തിരൂർ CIക്ക് കടയുടമ പരാതി നൽകി. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ കടകളുടെ ഓണേഴ്സിന് കടകളിൽ വരാൻ കഴിയുന്നില്ല, കടകൾ നോക്കാൻ കഴിയുന്നില്ല. അത്രയും പ്രയാസത്തിലാണ് കടകളുടെ ഓണർമാർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തിരൂർ ടൗണിൽ സാമൂഹ്യ ദ്രോഹികൾ അഴിഞ്ഞാടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും അടിയന്തരമായി തന്നെ പ്രവർത്തിപ്പിക്കണം. തിരൂർ ടൗണുകളിൽ കുറേ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെ കിടക്കുകയാണ്. അത് സാമൂഹ്യ ദ്രോഹികൾക്ക് അഴിഞ്ഞാടാൻ വളരെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ഓണാക്കണം. പിന്നെ ക്യാമറ പോലുള്ള സാധനങ്ങൾ അത് പ്രവർത്തനക്ഷമമാക്കണം എത്രയും പെട്ടെന്ന് ഉള്ളതാണ് ഈ കാര്യം. അല്ലാത്ത പക്ഷം ഈ ഇതുപോലുള്ള കള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കടകളും ആ അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞാൻ പറയാനുള്ളത്. ആക്രിക്കടയിലെ മാലിന്യം പുഴയിൽ തള്ളുന്നതായി പരാതി. മംഗലം അന്നശ്ശേരിയിലെ ആക്രിക്കടയിലെ മാലിന്യമാണ് പുഴയിൽ തള്ളുന്നതായി പരാതിയുള്ളത്. ഉരുകിയിട്ട് കരിങ്കല്ല് പോയ ആയതാണ് സാധനം. കരിങ്കല്ല് മാതിരിയാണ് ഈ സാധനം കെട്ടുന്നത്. പ്ലാസ്റ്റിക്കാണ് കട്ടായത് കണ്ട. ഇതിൽ ആ ഡ്രമ്മിൽ സാധനങ്ങൾ നിറക്കുക, അത് കത്തിക്കുക, അത് ഫുള്ള് ഫില്ലായി കഴിഞ്ഞാൽ മാറ്റി വേറെ സ്ഥലത്ത് വെക്കുക, അങ്ങനെ സ്ഥാപിച്ചാണ്. ഈ സാധനം മുഴുവൻ പുഴയിലേക്ക് ഒഴുകി പോകാനുള്ള സാധനം. തിരൂർ പൊന്നാനി പുഴ ഒഴുകുന്ന ആ പുഴയിലേക്ക് ചെന്ന് ചേരാനുള്ള സാധനം. ഈ സാധനം ഇയാൾക്ക് ഉപയോഗമുള്ള സാധനമല്ല. ഇത് പരിധി മനഃപൂർവ്വം ചെയ്യാൻ അയാൾ പുഴയിലേക്ക് വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ പുഴയുടെ പക്കത്ത് ഈ സാധനം ഇവിടെ കൊടുന്ന് കൂട്ടിയിട്ടുള്ളത്. അനശ്ശേരി പൂക്കൈത റൂട്ടിലെ ആക്രിക്കടയിലെ മാലിന്യങ്ങളാണ് തിരൂർ പുഴയിൽ തള്ളുന്നതായി പരാതിയുള്ളത്. റോഡിനോട് ചാരിയുള്ള അഴുക്കുചാലുകളിൽ ആക്രി സാധനങ്ങൾ തള്ളിയതിനാൽ അഴുക്കുവെള്ളം പോവാതെ റോഡിന് സമീപത്തെ വീടുകളിലും റോഡിലും അഴുക്കുവെള്ളം കെട്ടിനിന്നത് പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കടയുടമയുടെ പ്രദേശവാസികൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ ചേർന്ന് അഴുക്കുചാൽ ശുചീകരിച്ചിരുന്നു. ചാലിലൊക്കെ പിന്നെ ഇവരെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇന്നലാണ് DYFIൻ്റെ ആൾക്കാരൊക്കെ കയറ്റിയിട്ടത്. പിന്നെ ലോഡ് ചെയ്യൽ ആദ്യമൊക്കെ പുറത്തേക്ക് ചെയ്യുന്നു. ഇപ്പോൾ റോട്ടും വെച്ചിട്ടാണ് ലോഡ് ചെയ്യൽ. ഇപ്പോൾ ഒട്ടിക്കലൊക്കെ റോട്ടും വെച്ചിട്ട് മാസ്ക് ഇടാതെ. പിന്നെ അംഗനവാടിക്കാർക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ രാത്രി കത്തിക്കുക ഇട്ടിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ നല്ല മര്യാദക്കായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല. അതായത് ഇത് കമ്പനി തുടങ്ങിയിട്ട് 4 വർഷത്തോളം കഴിഞ്ഞ ഏകദേശം. ഇവിടെ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ പുറകെ കാണുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇതുണ്ട്. കിൻഡൽ കണക്കിൽ സാധനം ഇവിടെ ഉള്ളത്. ഈ മാലിന്യങ്ങൾ അവർ റേറ്റ് കിട്ടുമ്പോൾ വിൽക്കും. അല്ലാത്ത സമയത്ത് ഇവിടെ ഇങ്ങനെ കുന്നുകൂട്ടിയിടാം. ഈ സ്ഥലത്ത് മുമ്പ് ഒരു പുല്ലുണിക്കാവ് ഉത്സവത്തിൻ്റെ അന്ന് ഒരു 8 വർഷം മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടായതാണ്. അന്ന് ഈ തെങ്ങുകൾ ഇതിൽ ഒരുപാട് തെങ്ങുകൾ കത്തി ഏകദേശം 3-4 മണിക്കൂർ നിന്ന് കത്തി രാത്രി 10 മണിക്ക്. അബദ്ധവശാൽ വല്ല തീപിടുത്തോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രദേശവാസികൾ കുടുങ്ങുന്നല്ലാതെ ഇയാൾക്കൊന്നുമില്ല. ഇന്നലെ ഇവിടെ വെള്ളം പോകാത്തൊരവസരത്തിൽ സമയത്ത് ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിപ്പോൾ തിരൂരിന് അപ്പുറത്താണ് ഇയാളെ വീടുള്ളത്. അപ്പോൾ ഈ അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളെന്തെങ്കിലും ചെയ്തോളി, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചെയ്യിച്ചോളി എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ മെമ്പറെ വിളിച്ചത്. മെമ്പറും DYFIൻ്റെ കുറച്ച് പ്രവർത്തകരും കൂടെ വന്നിട്ടാണ് ഈ അഴുക്കിച്ചാലിതാ ആ കാണുന്ന അവിടുന്ന് ഇത്രയും ഭാഗം ഫുള്ള് അഴുക്കിച്ചാലിന് ക്ലീനാക്കി. ഈ കാണുന്ന സാധനങ്ങൾ മുഴുവൻ ഈ അഴുക്കിച്ചാലിൽ റോഡ് സൈഡിലും കിടന്നതാണ്. ഇത് ഇന്നലെ ഞങ്ങൾ ഒരു 4 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത് മാറ്റിയിട്ടുള്ളത്. ആക്രിക്കടയോട് ചേർന്നുള്ള തിരൂർ പുഴയിൽ ആക്രി സാധനങ്ങളും തള്ളുന്നതും പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിക്കുന്നതും പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നല്ല ഞങ്ങളുടെ ആവശ്യം. ഇതൊരു വൃത്തിയിൽ നിയമത്തിനനുസൃതമായ രീതിയിൽ
ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക. അടച്ചു പൂട്ടണ ഒരു വ്യവസായ സ്ഥാപനം നശിപ്പിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഒരാളെ സംരംഭമാണ്, അപ്പോൾ അത് നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് ഇത് തുടർന്ന് പ്രവർത്തിക്കാം. അപ്പോൾ പഞ്ചായത്തും അതിൻ്റെ ആൾക്കാരും വന്നിട്ട് എന്ത് ചെയ്യണം, അതിന് നിയമാനുസൃതം പ്രവർത്തിക്കാനുള്ള അനുമതിയാണെങ്കിൽ കൊടുക്കുക. അല്ല പരിസരവാസികൾക്കും മറ്റുള്ള നാട്ടുകാർക്കും ബുദ്ധിമുട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ തുടരാൻ അനുവദിക്കില്ല. അതിൻ്റെ വശങ്ങളും പരിശോധിച്ച് ബഹുമാനപ്പെട്ട MLAക്ക് പരാതി കൊടുക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. വെട്ടം ഡൊമിസിലറി കെയർ സെൻ്ററിലേക്ക് പുസ്തകങ്ങൾ നൽകി. പുരോഗമന കലാ സാഹിത്യ സംഘമാണ് പുസ്തകങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് രാജേഷ് പുതുകാട് പുസ്തകങ്ങൾ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലഞ്ചേരിക്ക് കൈമാറി. വെട്ടം ഗ്രാമപഞ്ചായത്തിലെ ഡൊമിസിലിയർ കെയർ സെൻ്ററിലെ രോഗികൾക്ക് വായിക്കുന്നതിനുള്ള പുസ്തകങ്ങളാണ് പുരോഗമന കലാ സാഹിത്യ സംഘം വെട്ടം യൂണിറ്റ് നൽകിയത്. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നല്ലാഞ്ചേരി നൌഷാദിന് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുകാട് പുസ്തകങ്ങൾ കൈമാറി. ബുക്കാസ തിരു ഏരിയ പ്രസിഡന്റ് VP ശശി, ജസീന CM, അഷ്റഫ് MP, ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കുടുംബസമേതം വീട്ടുപടിക്കൽ സമരം നടന്നു. യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് സമരം നടന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി വീട്ടുപടിക്കൽ കുടുംബസമേതം സമരം നടത്തിയത്. തിരു യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷബീബ് അസോസിയേറ്റ്, ജനറൽ സെക്രട്ടറി ഷിയാബ് ലിയ, ട്രഷറർ വിഷ്ണു, വൈസ് പ്രസിഡന്റ് ബഷീർ, സെക്രട്ടറി അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് നേതാക്കളായ ടി എ ഭാവ, ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ട്രഷറർ റഷീദ് എന്നിവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. വാക്സിൻ സ്വീകരിക്കുന്നതിൽ മുൻഗണന നൽകാത്തതിൽ റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധം. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കും. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ലഭിക്കാനുള്ള മുൻഗണനാ പട്ടികയിൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടുത്തുക, റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാൻമാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. കോവിഡ് ബാധിച്ചു മരിച്ച റേഷൻ വ്യാപാരികളുടെയും സെയിൽസ്മാൻമാരുടെയും കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കമുണ്ടാകുമെന്ന നിലയിൽ റേഷൻ വ്യാപാരികളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് അടിയന്തരമായി നൽകണമെന്നുമാണ് ആവശ്യമെന്ന് ആൾ കേരള റേഷൻ റീറ്റെയിൽ അസോസിയേഷൻ തിരു താലൂക്ക് പ്രസിഡന്റ് ലത്തീഫ് പറവണ പറഞ്ഞു. 22 ജീവൻ പൊലിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ സംയുക്ത സമരസമിതി നാളെ റേഷൻ കടകൾ അടച്ചിട്ട് സൂചനാ സമരം നടത്തുകയാണ്. കോവിഡ് മുന്നണി പോരാളികൾക്ക് സംസ്ഥാന കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ റേഷൻ വ്യാപാരികൾക്ക് നൽകുക, കോവിഡ് മൂലം മരണപ്പെട്ട റേഷൻ വ്യാപാരി കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, ചികിത്സയിൽ കഴിയുന്ന റേഷൻ വ്യാപാരി കുടുംബത്തിന് സഹായം നൽകുക, അതേപോലെ തന്നെ വാക്സിനേഷൻ എല്ലാ റേഷൻ വ്യാപാരികൾക്കും വാക്സിനേഷനെ ഉറപ്പുവരുത്തുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് ഗ്രാഫിൽ നേരിയ കുറവ്. 29,704 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 1,15,982 സാമ്പിളുകൾ പരിശോധിച്ചു. ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്ത്. ജില്ലയിൽ 4,424 പേർക്ക് പുതുതായി രോഗം. 4,277 സമ്പർക്ക രോഗികൾ. 4 ജില്ലകളിൽ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസിന് നിർദ്ദേശം. നിയമലംഘനം കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം. ജില്ലയിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും ഗതാഗതം നിയന്ത്രിക്കും. സഞ്ചാരത്തിന് ഒറ്റ വഴി മാത്രം. അവശ്യ സർവീസുകൾക്ക് തിരിച്ചറിയൽ കാർഡുമായി പുറത്തിറങ്ങാം. കനത്ത മഴ തുടർന്ന പൊന്നാനിൽ കടലിന് ഇപ്പോഴും കലിയടങ്ങിയില്ല. വെളിയങ്കോട്, പത്തുമുറി, തണ്ണിത്തുറ മേഖലകൾ 200ഓളം വീടുകൾ വെള്ളത്തിലായി. കടൽക്ഷോഭം രൂക്ഷമായ താനൂർ, എടക്കടപ്പുറത്ത്, പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായവർക്ക് സഹായം എത്തിക്കണമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. DYFI യൂത്ത് ബ്രിഗേഡ് നാടിന് ആശ്വാസമാകുന്നു. തിരൂർ നഗരത്തിൽ തുണിക്കടയിൽ മോഷണം. വസ്ത്രങ്ങൾ മോഷണം പോയി. സെൻട്രൽ ജംഗ്ഷനിലെ ജെൻസ് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.